യാഹുദാ എന്താ ഈ കാണുന്നത്? നമ്മുടെ വണ്ടി തന്നെയാണോ ഇത്? സംഭവം അടിപൊളി പുതിയാപ്പിളാക്കി വെച്ചിക്കണ്. ചെമ്മേ കണ്ടാ പറ്റില്ല. ജിഷാദ് ഭായ് നിങ്ങൾ എന്താ അവിടെ ഇങ്ങോട്ട് പോരി. എന്താ രസം, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ തന്ന മാതിരിയൊന്നും അല്ല, സംഭവം ഉഷാറാക്കിക്കണേ. എന്തൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അപ്പൊ അന്ന് മോനിക്ക് തന്നിരുന്നത് ഒരുപാട് പെയിന്റ് വർക്കുകളും ബോഡി ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനാണ്. അതെ മെയിൻ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ ബമ്പറിന്റെ രണ്ട് സൈഡും ഫുള്ള് സ്ക്രാച്ച്. പിന്നെ ഇത് ഇവിടെ ഞാൻ ഒരു കലുങ്കിലിട്ട് വലിച്ചിട്ട് ഇതാ ഉള്ളില് ഫുള്ള് ഇതായിരുന്നു. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുറെ സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി ഒന്ന് ഫുള്ള് കുട്ടപ്പനാക്കി സത്യം പറഞ്ഞാല്. അതായത് പെയിന്റ് കറക്ഷൻ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തു. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് നമ്മളെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ഇങ്ങനെ കൂളിംഗ് ഒട്ടിച്ചപ്പോൾ ഇതിന്റെ ലുക്ക് തന്നെ മാറിയിട്ടോ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കണതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ആ വെയിലത്തുണ്ടല്ലോ പ്ലെയിൻ ഗ്ലാസ് എത്ര എ സി ഇട്ടാലും എ സി ഏൽക്കൂല. 18 എ സി ഇട്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അത് കൂടാതെ ഉള്ളിലുള്ള പല സാധനങ്ങളും ഇങ്ങനെ ചുരുങ്ങലൊക്കെ തുടങ്ങി. പ്ലാസ്റ്റിക് ഐറ്റംസ് അമ്മാരി ചൂട്. ഇപ്പൊ തന്നെ നമ്മൾ നിൽക്കുന്നത് ഏകദേശം എത്ര ഡിഗ്രി ഉണ്ട് ഒന്ന് നോക്കി. 38 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പൊ നമ്മൾ ചൂട് നിൽക്കുന്നത്. ഈ ചൂടിൽ നിൽക്കുമ്പോൾ പക്ഷെ അതിന്റെ ഗുണം അറിയണമെങ്കിൽ ഉള്ളിൽ കയറണം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെന്നെ ആയാലും നമ്മുടെ ഗവൺമെന്റ് കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതിന് അലൗഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞ പെർസെന്റേജിൽ കറക്റ്റ് ഒട്ടിക്കുക. 30% ആണ് സൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ ആന്റി ഗ്ലെയറും ചെയ്തിട്ടുണ്ട്. എന്തിനാ ഈ ഫ്രണ്ടിൽ ആന്റി ഗ്ലെയർ ഇടുന്നത്? ഒന്ന് അതിന്റെ മെയിൻ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വരുന്ന കാറുകളിൽ നിന്നുള്ള ഗ്ലെയർ നമുക്ക് രാത്രി ഉണ്ടാവില്ല. പ്ലസ് ഇതേപോലെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ ഡാഷ്ബോർഡ് ചൂടാവില്ല. ഡാഷ്ബോർഡ് ചൂടാവുമ്പോൾ തന്നെ എ സി പെർഫോമൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്കുകളാണ്. നമുക്ക് ഇന്റീരിയർ നോക്കാം. പടച്ച തമ്പുരാനെ, വണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് എന്റെ വണ്ടി തന്നെയാണോ എന്ന് സംശയം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എന്നും ഓട്ടം തന്നെയല്ലേ, കച്ചറയും കാര്യമൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് കൂടാതെ ഇതൊക്കെ കണ്ടില്ലേ, ലൈറ്റൊക്കെ കൂടി വന്നിട്ട് വല്ല കല്യാണപ്പരമാരി ഉണ്ട്. ഇതൊന്നും ആയിരുന്നില്ല അതിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണ് ഇന്റീരിയറിൽ ചെയ്തിട്ടുള്ളത്? ഇതിൽ മെയിൻലി നമ്മൾ ഒരു 9 ഇഞ്ചിന്റെ ലാൻകാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇൻഫോർടൈൻമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആപ്പിൾ കാർപ്ലേ 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ മോനിക്കാക്ക് ഒരുപാട് യാത്രകളല്ലേ, നിങ്ങൾക്ക് മാപ്പ് ഇടാനും വീഡിയോ കാണാനും ഈവൻ പാർക്ക് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. പിന്നെ 4K ക്വാളിറ്റിയിലാണ് ഇതാണ് 360 ഡിഗ്രി വരിക. ഇവിടെ ബേർഡ് വ്യൂ വരിക, ഇവിടെ റിവേഴ്സ് ക്യാമറ വരും. ഇനി നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈവൻ ഫ്രണ്ട് ക്യാമറ ആക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ ആക്കുക. റിവേഴ്സ് കിട്ടണോണ്ടാണ് എല്ലാം ക്യാമറ. ക്വാളിറ്റി എങ്ങനെയുണ്ട് ക്യാമറ? അടിപൊളി നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ആദ്യം ഇതിലുണ്ടായിരുന്ന ആ ഒരു മണ്ട മാറിയിട്ട് ഇത് മാറിയപ്പോഴേ നമ്മുടെ വണ്ടിയാണോ എന്നൊരു ഡൗട്ട്. കാരണം ഇനിയിപ്പോ ഇതായിട്ടൊന്ന് സെറ്റായി വരാം. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന് പോകുന്ന ഒരു ആംബിയൻ ലൈറ്റ് ആണ്. അത് 4 ഡോറിൽ ഡാഷ്ബോർഡിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കളർ മാറിക്കൊണ്ടേയിരിക്കും. നമുക്കത് മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ആംബിയൻസ് ഉള്ളിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റിയറിംഗ് ശരിയാണ്, നമ്മൾ പിടിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു ഫീല്. ഇത് ഏതാ കമ്പനി? ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു ലെതറിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ലെതറിന്റെ ഒരു നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യണതാണ് അല്ലേ? പക്ഷെ ഒരു നിങ്ങൾ ഉണ്ടാക്കിയ മാതിരിയില്ല, അതിന്റെ ആ ഫിനിഷിംഗ് ഒക്കെ കറക്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് എടുത്ത് പീസ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതല്ല. അതാണ് അത്ര പെർഫെക്ഷൻ. കുറച്ച് ടൈം എടുത്താലും നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. ഈവൻ ഇവിടെയുള്ള പാറ്റേൺ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ എടുക്കാൻ പറ്റും അല്ലേ? പക്ഷെ അതെന്തായാലും നല്ല രസം കിട്ടും. അതൊക്കെ ശരിക്കും അതൊരു കമ്പനി ഷോറൂം ഇറക്കിയ ക്വാളിറ്റി കണ്ടീഷൻ തന്നെയാണ് ഈ സംഭവം. ഇതൊക്കെയാണ് മിനിമലായിട്ട് നമ്മൾ ഇതിന്. പിന്നെ ഇന്റീരിയർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അന്ന് മോനിക്ക് പറയുന്നത് എന്തോ കാറ്റിന്റെ പൂച്ചമൂത്രം വെച്ചിട്ട് അതിന്റെ ഒരു മണം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഫീല് വന്നതാണ്. പക്ഷെ അത് സംഭവം ഇല്ല, സംഭവം അടിപൊളിയായിട്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്റീരിയറിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളി. ഇനി ഭാവിയിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ. സൂപ്പർ അടിപൊളി. അപ്പോൾ ജിഷാദ് ഭായ്, ഇതാണ് നിങ്ങളുടെ ബോഡി ഷോപ്പ് അല്ലേ? സംഭവം നല്ല സ്പേഷ്യസ് ആണ്. പെരിന്തൽമണ്ണ പോലുള്ള സ്ഥലത്ത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള മാഷാ അല്ലാ അടിപൊളി. ഇതെന്താ സംഭവം? ഇത് ഒരു ജാഗ്വർ നമുക്ക് ഫുൾ പെയിന്റിങ്ങിന് വന്നതാണ്. ഫുൾ പെയിന്റിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ബോഡി ഷോപ്പ്, ബോഡി സംബന്ധമായ എല്ലാ കാർ സംബന്ധമായ എല്ലാ ബോഡി വർക്കുകളും ഉണ്ട്. അത് കളർ മൊത്തം മാറി വേറെ കളറിൽ ആക്കാം. ഒരു കസ്റ്റം കളറാണ്. അപ്പോൾ അതാണ് അങ്ങനെ കിടക്കുന്നത് ഇതിലേക്ക് വരുന്നത് അല്ലേ? ഇതെന്താ സംഭവം? ഇത്
ഒരു BMW 5 സീരീസ് ആണ്, ഫുൾ ആക്സിഡന്റ് ആയ വണ്ടിയാണ്. അപ്പൊ ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് ആകെ തകിട് പൊടി കിടക്കാണ്. ക്ലെയിം ഒക്കെ ആകുമ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല ഇപ്പോൾ ഷോറൂമിൽ കൊടുക്കണല്ലേ? ഷോറൂം കൊടുക്കുകയാണെന്ന് വെച്ചാൽ 2 കേസുണ്ട്. ഒന്ന് ഇതിന്റെ സമയം, ഷോറൂം കൊടുത്താൽ ഒരുപാട് സമയമാവും. പിന്നെ രണ്ടാമത് അവിടെ ഒരുപാട് എക്സ്പെൻസ് വരും, എക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് ആ സെയിം ഇൻഷുറൻസ് നമുക്ക് ഇവിടെ നമ്മുടെ ബോഡി ഷോപ്പിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചൊരു ഉപയോഗം എന്ന് വെച്ചാൽ അവിടെ ഹിസ്റ്ററിയിൽ കയറില്ല, നേരെ മറിച്ച് ജെന്യൂൻ പാർട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് പറയണത് എക്സ്പെൻസീവ് അല്ല, ഏകദേശം പകുതി പൈസക്ക് തന്നെ ജെന്യൂൻ പാർട്സിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇൻഷുറൻസ് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ക്ലെയിം വർക്കാണ്, അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് വർക്ക് തന്നെ, അതാണ് ഇൻഷുറൻസ് ക്ലെയിം വർക്ക് തന്നെ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, അതും ഇത്രയും പ്രീമിയം വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഇത് നമ്മളൊരു ഡീറ്റെയിലിംഗ് റൂമാണ്. നമ്മൾ PPF അതുപോലെ സെറാമിക് ഒക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിലിംഗ് റൂമാണ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് അതിന്റെ എല്ലാ പരിപാടികളും ഉണ്ട് അല്ലേ? ഓക്കെ, ഇന്റീരിയർ ഡീറ്റെയിലിംഗ്, പിന്നെ സെറാമിക്, അങ്ങനെ എല്ലാ പരിപാടികളും അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് നമ്മളെ ഫ്രണ്ട് ഓഫീസ്, പിന്നെ ബാക്കിൽ വർക്ക് ഏരിയ. ഓക്കെ, റെഡി. ഫോറം ഓട്ടോ ബോഡി ഷോപ്പ് അല്ലേ? അതെ, കാർസ്പോർട്ട് ഓട്ടോമോട്ടീവ്. അപ്പോൾ പെയിന്റിംഗ് സെക്ഷൻ ഒക്കെ അവിടെയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ആ ബൂത്തിൽ നിന്നാണ് പെയിന്റ് അടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിച്ചല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. പിന്നെ അവിടെ ഒരു പെയിന്റ് മിക്സിംഗ് യൂണിറ്റ് ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈം ഒരു 3 വണ്ടി വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സാൻഡിങ്ങും പരിപാടിയൊക്കെ ഇതിന്റെ ബാക്കിൽ വേറെ സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ ചെറിയ ഗരാജ്. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ എല്ലാ സംഭവവും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി. ഓക്കെ.